ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് വളരെ ദയനീയമായ ഒരു കാഴ്ച കണ്ടപ്പോൾ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. കാരണം വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് ഇന്ന് ആ മക്കൾ വളരെ വലിയ നിലയിലെത്തിയപ്പോൾ ഒരു സ്വന്തം പിതാവിനെ ഇട്ട് ക്രൂരമായിട്ട് സ്വത്തിന് വേണ്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. വരും, നമുക്ക് അങ്ങോട്ട് പോകാം. വാങ്ങിച്ചു തരട്ടോ? എവിടുന്ന് കഴിച്ചത്? കൊണ്ടുവന്നോ? ആഹാരമൊന്നും ഉണ്ടാക്കാനും വയ്യല്ലേ? ചെറുക്കന്മാരൊന്നും വരത്തില്ലേ മക്കള്? ആരും ഇല്ല, ഇപ്പൊ ഒറ്റയ്ക്കായി. എന്ത് കഷ്ടപ്പെട്ട് അന്നത്തെ ആ ഒരു സാഹചര്യമേ, അന്നത്തെ കാലത്ത് എന്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയതവര്. കഷ്ടപ്പെട്ടെന്നോ, ജോലിയും കഴിഞ്ഞ് വന്ന് മീനിരുന്ന് വെട്ടി കഴുകുന്ന ആ ഒരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ ആ മക്കൾ ഇന്ന് സ്വത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി ആലോചിക്കുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളതെല്ലാം കൊടുത്ത് അല്ല, നടക്കാൻ പോലും വയ്യ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ? ഒരു മനുഷ്യരും ഇല്ലല്ലോ. ആശുപത്രി മോള് കുവൈറ്റിലാണോ? 10-18 വർഷമായി. അതെ അതെ, അല്ല അങ്ങളെ, എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എന്നൊരു അവസ്ഥ വരുന്നത്. അത് തന്നെ നമ്മള് എല്ലാരെയും ഗതികേട് ഇങ്ങനെ തന്നെ. നമ്മളിപ്പം മിക്ക ആൾക്കാരും സ്വന്തം മാതാപിതാക്കളോട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു അവസ്ഥയാണെങ്കിൽ നാളെ പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും കാരണം എന്ന് പറഞ്ഞാൽ ആ ചെറുക്കന്മാര് അങ്കിളിനെ ഉപദ്രവിക്കുന്നത് വളരെ കഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പെട്ടിട്ട് അങ്കിള് ജോലി. ഇത് മോന്. ഇത് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം ഞങ്ങള് കുറച്ചു നേരമായി വന്നിട്ട്. ഇളയവന്, കൊച്ചവൻ എവിടാ? തിരുവല്ല. എന്നോട് പറയും ഉപദ്രവിക്കുന്നതൊക്കെ കേട്ടിട്ടേ ഭയങ്കര ഒരു സങ്കടം. പാതിരാത്രിയൊക്കെ അങ്ങളിനെ ഉപദ്രവിക്കുന്നു. കഷ്ടം തന്നെ. കഴുത്തിനൊക്കെ ഞെക്കുവെന്ന് പറഞ്ഞാൽ വളരെ ക്രൂരതയല്ലേ ആ മോൻ കാണിക്കുന്നത്. ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങളിനെ അവന്മാർ ഉപദ്രവിക്കുന്നത്. ആരോഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അങ്ങളിനെ ഉപദ്രവിക്കത്തില്ല. നിങ്ങളൊന്നും കൊടുക്കാതെ ഇരുന്നില്ലല്ലോ. ഈ സ്വത്തുക്കൾ അവർക്ക് എഴുതി കൊടുത്തിട്ട് നിങ്ങളെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടതയാണ്. തള്ള പറയുന്നത് ആ തള്ള അന്ന് ഇത് കളഞ്ഞിട്ട് പോയപ്പോഴേ നിങ്ങളല്ലേ ഈ ചെറുക്കന്മാരെ വളർത്തി വലുതാക്കിയത്. ആ പെണ്ണിനും പെങ്കൊച്ചിനെ പഠിപ്പിച്ച് ഇന്ന് അവള് കുവൈറ്റ് ജോലി ചെയ്യുന്നു. 3 മക്കളെയും വളർത്തി കഷ്ടപ്പെട്ട് ഭാര്യ പോലും ഇല്ലാതെ നിങ്ങൾ ചെയ്തതിന് ഇന്ന് നിങ്ങളോട് കാണിക്കുന്ന ഈ ക്രൂരത ദൈവം പോലും പൊറുക്കില്ല. ദൈവം ഉണ്ടെങ്കിലേ, ദൈവം കൂടെ ഉണ്ട് എങ്കിലും പെട്ടെന്നൊരു വല്ലാഴിക വന്ന ഒരു കൈസഹായത്തിന് പോലും ആരുമില്ല. അന്നും ഒറ്റയ്ക്ക് ഇന്നും ഒറ്റയ്ക്ക്. ഈ അമ്മ കളഞ്ഞിട്ട് പോയപ്പോ ഈ മക്കളെ അച്ഛനാണ് കഷ്ടപ്പെട്ട് വളർത്തി ഫുഡ് വരെ ഉണ്ടാക്കി കൊടുത്തു. മീൻ വരെ കൊണ്ടുവന്ന് വെട്ടി കഴുകി. ആ തള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇന്ന് മക്കള് തള്ളക്ക് കൂട്ടും. അല്ല, നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങൾ അങ്ങനെയല്ലേ ഈ മക്കളെ വളർത്തിയത്. നമ്മുടെ കൺമുന്നിൽ കണ്ട കാഴ്ചയല്ലേ.
എന്ത് വാഗൊണ്ട് അവർ പറയട്ടെ, നിങ്ങളെ കൈകൊണ്ട് കഴുത്ത് ഞെരിക്കുന്നതും തലക്കടിക്കുന്നതും കാലിനടിക്കുന്നതും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. അത് ദൈവം പോലും അവന്മാർക്ക് അത് കൊടുക്കത്തില്ല. കാല് ആശുപത്രിയിലൊന്നും കാണിച്ചില്ലയോ? അടിക്കാനും ഉപദ്രവിക്കാനും മക്കളുണ്ടൊന്ന് വയ്യാഴിക വന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. അതാണ് ഇപ്പൊ അവസ്ഥ. ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളെ ചോറ് കഴിച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാം, ഫുഡ് വാങ്ങിച്ചു തരേ, നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുതരാം. മൂത്തവൻ ചാടിക്കേറി വന്ന് പെട്ടെന്ന് ഒരു ആക്രമണം ചെയ്യാതെ സൂക്ഷിച്ചോണം. നിങ്ങൾ എപ്പോഴും ഒരു കരുതൽ വേണം. അവൻ ഈ കണ്ണൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നതേ ഒട്ടും ശരിയല്ല. ഉപദ്രവം എന്ന് പറഞ്ഞാൽ കഴിക്കേ ഓണത്തിനും ഓണത്തിന് കഴിച്ചില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാനല്ലേ ചോദിച്ചു. ഓണത്തിന് ചോദിച്ചോ പറഞ്ഞ് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഒരവസ്ഥ ഇപ്പോഴാണ് കാണുന്നത്. സത്യം ഫോട്ടോയ്ക്കകത്ത് പോകും, തന്നെ ഓടിച്ചു പോകുമ്പോ അല്ലാതെ ഹോട്ടലൊന്നും ഹോസ്പിറ്റലിലേക്ക് പോകും. അത് വണ്ടി ഒരാഴ്ച വണ്ടി നഷ്ടങ്ങളാണ്. അങ്ങനെ വിഷമിക്കണ്ട, എല്ലാം ദൈവമല്ലേ കാണും. നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിട്ടു. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഉള്ളതൊക്കെ പിടിച്ചോണ്ട് പോയി, കൊണ്ടുപോയി ഉള്ള കൊണ്ടിരിക്കും. വണ്ടി എടുത്തിട്ട് വേണം കൊണ്ടിരിക്കുക, ഇനി കട്ടുകൊണ്ടിരിക്കുക. ഞാൻ എടുത്തു നോക്കും. കഴിഞ്ഞ 40-30 ഞാനേ അവളോട് ക്ഷമയോട് പറഞ്ഞു, കൊച്ചേ ഞാൻ പറഞ്ഞോണ്ടിരുന്നതാ. അന്ന് മിലിറ്ററി ജോലിയും കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് വരുമ്പോ രാവിലെ വന്ന് മീനും വെട്ടിക്കഴുകി ചോറും വെച്ച് ആ പിള്ളേർക്ക് കൊടുത്ത് സ്കൂളിലും വിട്ട് ഒരു അമ്മ ചെയ്യുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് വിട്ട് ആ മക്കളെ ഇന്ന് അച്ഛനെ ഉപദ്രവിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചീത്ത വിളിക്കുന്നത് അറുപേടാന്ന് പറയാം, ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമല്ലേ അത്. ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇത്രയും ഒരവസ്ഥ ഞാൻ ഇപ്പോഴാണ് എന്നെ കാണുന്നത്. ഞാൻ ആലോചിക്കുന്ന കഴിയുക ഇപ്പോഴും കഴിയുക. ആത്മഹത്യ ചെയ്യുന്നു, സത്യത്തിൽ ആത്മഹത്യ ചെയ്തു. എന്തെല്ലാം കഷ്ടപ്പെട്ട് ഒരിക്കലും കഴുത്ത് പിടിച്ച് സൊസൈറ്റി 8-10 ലക്ഷം രൂപ കടമാണ്. എല്ലാവരുടെ പൈസക്കത്ത് കൊടുത്ത് ഇപ്പം പ്രമാണം ആധാരം മാറ്റി നോക്കും. എല്ലാം ഉള്ളതല്ലേ അവരൊക്കെ എഴുതി അപ്പോഴും അപ്പൊ മൂത്തം പറഞ്ഞ ഇതാണ് മറ്റേ ഇളകൾ കൊടുത്തു. വലിയ അവനൊരു കുട്ടാമിച്ചുണ്ട്. കുട്ടാക്ക് അവരുടെ കൊടുത്തു എനിക്കിടാൻ പറ്റില്ല. അവളെ സ്വത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ അടിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലാൻ ചെയ്യുന്നത് സത്യമായിട്ട് ഒരു ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് പറ്റത്തില്ല. അങ്ങനെ എന്നെ സ്വഭാവം അറിയാലോ, എന്നെ സംബന്ധിച്ച് പറ്റത്തില്ല. ഒരുപാട് കാര്യം ആരും പ്രതീക്ഷിക്കാറില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മക്കളെ വളർത്തി പിന്നെ കുഞ്ഞിലെ ആ ഭാര്യ തന്നെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയപ്പം ഈ മക്കളെ 3 പേരെയും ഒരു കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ തള്ളക്കോഴി ചേർത്ത് പിടിച്ചിട്ട് നിർത്തുന്നു. അതുപോലെ പഠിപ്പിച്ചു, വിദ്യാഭ്യാസം കൊച്ചിനെ കൊണ്ട്
ഇപ്പോൾ കല്യാണമായി വന്നായിരുന്നു വീട്ടിലെ ഈ കാശ് ഒരു 5 പൈസ ഒരു ഞാൻ പറയുന്ന ഇങ്ങനെ ഒരു അവസ്ഥ ഓരോ മാതാപിതാക്കൾക്ക് ഇനി ഉണ്ടാവരുത്. സത്യം നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വത്തിന് സ്വത്ത് കൊടുത്തു, അതിന് തള്ള കളഞ്ഞിട്ട് പോയപ്പോൾ നിങ്ങളെടുത്ത് വളർത്തി, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു കൊടുത്തു, മോളെ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഇത്രയും ഒരു ഇതുണ്ടായിട്ട് അച്ഛനെ തിരിഞ്ഞു നോക്കുന്നില്ല. മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ, ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. സത്യം അങ്ങള് പിന്നെ ഇത്രയും എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിനി സാഹചര്യത്തോട് പൊരുത്തപ്പെടുക. കാരണം ദൈവം തന്ന ആയുസ് ദൈവം തിരിച്ചെടുക്കുന്നിടം വരെ നമ്മള് ജീവിക്കുക. അതാണ് അതിന്റെ അല്ലെ അവന്മാര് ചെയ്യുന്നേ. അവന്മാര് വന്ന് ഇത്രയും രാത്രി കാലങ്ങളിൽ വന്ന് അച്ഛന് പിന്നെ കാലടിച്ചു കൊടുക്കുകയും കൈ അടിച്ചു കൊടുക്കുകയും കഴുത്തി ഞെരിക്കുകയൊക്കെ ചെയ്യുമ്പോ ഇവന്മാര് തന്നെ ചെയ്യും. അച്ഛനത് കരുതലോടെ ഇരിക്കണം. വണ്ടി അടിച്ചു കൊടുത്തില്ലേ? എല്ലാം ചെയ്ത ഉത്തരകടന്നാൻ തലയിൽ പോയി നമ്മുടെ തിരുവല്ലായി പോയതാ ഒന്നും മിണ്ടാ പോയി ഇതുവരെ വന്നിട്ടില്ല. ആ മോള് വെച്ച് ഒന്നും മോള് വെച്ച് അടിക്കുന്ന കണ്ടോണ്ട് മറ്റേ ഇതിന്റെ വീഡിയോ കണ്ടോണ്ട് മൊബൈൽ കണ്ടോണ്ട് അച്ഛൻ അടിക്കുന്ന അച്ഛനെ പോയിട്ടിരുന്നോ അത് കണ്ടോണ്ട് അവരുടെ രണ്ടേരും ഭ്രാന്താ കണ്ടുപിടിക്കുന്ന ഭ്രാന്ത. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ അവരെ ദ്രോഹിച്ചില്ലല്ലോ. നിങ്ങൾ എനിക്ക് സ്കൂളിൽ ഇതില്ല കുട്ടിയൊക്കെ പഠിച്ചവനെ ഇതുപോലൊരു അവസ്ഥ ആർക്കും വെക്കാതിരിക്കട്ടെ. മനുഷ്യന് വരാതിരിക്കട്ടെ. സത്യം സഹിക്കാൻ പറ്റുന്നില്ല. പൈസയല്ല, പൈസ കൊണ്ട് എല്ലാം നേടാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് പൈസ ഉണ്ടോ? പൈസ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ എന്തായാലും ഇത് കഴിക്കുക. ഞാൻ കൊണ്ടുവന്നേലേ എടുത്ത് കഴിക്കണം. അടച്ചു വെച്ച് അവളിപ്പോ ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാം നല്ല ഫുഡ് അവളെടുത്ത് കഴിച്ചു. ഞാനെന്നാ പോട്ടെ. നിങ്ങള് മനുഷ്യന്റെ കാര്യമാ. ഞാനിന്ന് പോവും, കുറച്ച് കഴിഞ്ഞ് പോവും. കണ്ടതിൽ സന്തോഷം. ഞാൻ ഇത്രയും ഒരു മോശമായ അവസ്ഥയാണെന്ന് ഞാൻ അറിഞ്ഞില്ല.